ഇപ്പോൾ വല്യപ്പയ്ക്ക് വല്യപ്പ എന്നൊന്നും പറയേണ്ട കാര്യമില്ല, അവർക്ക് നമുക്ക് അട്രാക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു ആദിവാസി മോന്തമുള്ളവർക്ക് അവർക്ക് മൂത്രം എപ്പോഴും പോയിക്കൊണ്ടിരിക്കും വണ്ടി കൂടെ. അപ്പോൾ മൂത്രം പോയി വഴിയിൽ കാലൊക്കെ ഡയബറ്റീസ് വന്ന് ബ്ലഡ് പ്രഷറിൻ്റെ പഴുത്ത് ചീഞ്ഞിരിക്കുക. അപ്പോൾ എത്ര തട്ടിപ്പോയി. ഞാനത് നോക്കാനൊന്നും പോകണേ, എനിക്കെൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ സ്വന്തം ആവശ്യതാക്കിയിട്ട് വിവരമില്ലാണ്ട് ധൈര്യമില്ലാണ്ട് നടക്കണവരെ എനിക്ക് കാണേണ്ട കാര്യമില്ല. ആരുടെ ആയാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച്. പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ പറയാൻ അന്ന് തൊട്ടായിരുന്നു കുട്ടി വാങ്ങണവർ അന്ന് തൊട്ട് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവരുടെ ശവപ്പെട്ടിക്ക് അടുത്ത് നിൽക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും സംസാരിക്കാൻ പറഞ്ഞ സാധനം എന്നിട്ട് ആ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. അവർ ഗേസ് ഇങ്ങനെ റേപ്പ് ചെയ്ത് അതിൻ്റെ ആവശ്യമില്ല. റോമൻ കാത്തലിക്കാരെ വിശ്വസിക്കുന്ന ടൈപ്പല്ല. അവർക്ക് വിഡിത്തത്തിൽ മുഴുകി കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ വിഡിത്തം എന്താണെന്ന് പറഞ്ഞു കൊടുത്താലും അവർക്ക് വായിച്ചറിയാത്തവരിങ്ങനെ കേട്ടറിഞ്ഞാൽ മനസ്സിലാക്കാനാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ നടക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വുമൻ നഗാണ്ടെന്ന് അങ്ങനത്തെ വാക്കുകളൊന്നും എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞ് നടക്കുന്നവരാണ് മലയാളിയും ഹിന്ദിക്കാരും. അതുപോലെ തന്നെയുള്ളവരാണ് കളർ കോഡ് ഉണ്ടായവരും. കളർ കോഡ് ആലപ്പുഴ പത്തനംതിട്ടയിൽ അവിടെ രാത്രി എന്നെ സിനിമ കാണാൻ പോകാൻ വിഡ്ഢി സിനിമ ക്യാമറയുടെ മുന്നിലുള്ള ഗോഷ്ഠികൾ പേപ്പറിൻ്റെ മുന്നിൽ ഇങ്ങനത്തെ സ്റ്റോറികൾ പറഞ്ഞാൽ അങ്ങനെ പറയും. കുറേ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ വിഡ്ഢിത്തം ഡിസ്കസ് ചെയ്ത് കള്ളം കുടിച്ച് ഡ്രഗ് അടിച്ച് ദേഷ്യം വന്ന് അങ്ങനെ നടക്കുന്ന പോലെയല്ല എൻ്റെ കാര്യം. വിഡിത്തത്തിൽ കൈ അടിക്കുമ്പോൾ എന്നാ പറയുക, താഴെപ്പറഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ട് കവള് ചീർത്തിരിക്കണ കാണാം. ഞാൻ അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. ഹിന്ദി അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാൻ്റെ എല്ലാം വൃത്തിയായിട്ട് മോഹൻലാൽ മമ്മൂട്ടിയുടെ ചെകുത്താൻ വെട്ടിയുടെ ക്യാമറയുടെ മുന്നിൽ കാണിക്കുന്ന ഗോഷ്ഠികൾക്ക് മാജിക് എന്ന് പറയാൻ പറ്റുമോ? തലയ്ക്ക് വരാത്ത വെഡ്ഡിങ് മ്യൂസിക്കും കേട്ട് ജീവിതം വേസ്റ്റാക്കി കുറേ നാളത് കേട്ട് ഈ വിവരമില്ലായ്മ ധൈര്യമില്ലായ്മയിൽ ശവപ്പെട്ടിയിലാവാണ് അവർ. ശവപ്പെട്ടിയിലായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ജീവിച്ചിരിക്കുമ്പോൾ ധൈര്യമായിട്ട് പൂർണ്ണ അറിവോടെ സംസാരിക്കാൻ പഠിക്കാൻ, ജീവിക്കാൻ പഠിക്കാൻ. അപ്പോൾ അത് ഫിസിക്കലി ചാവണമെന്നുണ്ടോ? അല്ല, ജീവിക്കാൻ ധൈര്യമില്ലാത്തവർ ധൈര്യമില്ലാണ്ട് സ്വന്തം തന്തയുടെ തകയുടെ റീട്ടാട്ട നേച്ചർ അതുപോലെ അനുകരിച്ച് അതുപോലെ പഠിച്ചെടുത്ത് പറയിപ്പിച്ചവർ അതുപോലെ അനുകരിച്ച് നടന്ന് ഇല്ലാണ്ടാവുക സമയത്തിനും കാലത്തിനനുസരിച്ച്. എന്നുവെച്ചാൽ ഞാൻ അങ്ങനത്തെ വാക്കുകൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ കോൺവേഴ്സ് ലവ് വീഡിയോസ് എന്ത് ഇമാജിൻ എന്ത് ചെയ്താലും അതിനിടയിൽ ഞാനിപ്പോൾ പരീക്ഷയിൽ തോറ്റാലും എന്തുണ്ടായാലും അവർ തോറ്റാലും അവരെക്കുറിച്ചും കുറ്റം പറയില്ല, എന്നെക്കുറിച്ചും ഞാൻ സ്വയം കുറ്റം പറയാനുള്ളത്. എനിക്കറിയാം ഇവിടെ വരെ എത്തുന്നു. മോഡേൺ ലൈഫ് സ്റ്റൈൽ ഇവിടെ എന്താ പറയുക, എല്ലാം തികഞ്ഞ് വേൾഡ് മൊത്തം ഇവിടെ ഏത് ലോകത്തേക്ക് പോകുന്നു എനിക്കറിയാം. അപ്പോഴും നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ലിയോണാർഡോ വിൻസിയും മിക്കലാഞ്ചലോയുടെയും ഓക്സിജൻ മാസ്ക് വരുന്ന പഴയ ഇസ്രായേൽ ഡ്രസ്സ് ഇട്ടിപ്പോൾ വരിക, അത് മുഷിഞ്ഞ് കൂറ പിടിച്ചിട്ടുണ്ടാവും. അത് മനസ്സിലാക്കി. ഇപ്പോഴത്തെ വ്യത്യാസം എന്താ? ചിറക് പിടിച്ച മാലാഖയുടെ പടം കാണിക്കുന്ന മികവിൻ്റെ കാര്യം കാണിക്കണേ. ഉയർന്ന തലത്തേക്ക് ചിന്തിക്കുമ്പോൾ വെഡിത്തം മാറ്റി ചിന്തിക്കുമ്പോൾ ചിറകടിച്ച് പറക്കാനുള്ള ശക്തി കിട്ടുമെന്ന് പറയണത് എന്താണ്? അതൊരു മികവിലേക്ക് എത്താനുള്ള ഒരു വെഡിത്തത്തിൽ മാറി അതിന് മികവിലേക്ക് എത്തിക്കാനുള്ള രീതിയെ കാണിച്ചാണ്. അല്ലാണ്ട് ചിറകുണ്ടെന്നില്ല. മനുഷ്യന്മാരെന്ന് തന്നെയാണ് ഏഞ്ചൽസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് വാസസ്ഥലങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചു. ഇസ്രായേൽ, റോം, ഗ്രീക്കല്ലാണ്ട് അമേരിക്ക, കാസർഗോഡ് ജൂയിഷ് എല്ലാവരും അവിടെ ഇവിടെയും നല്ല വൈറ്റ് നീലക്കണ്ണുള്ളവർക്ക് അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്നുണ്ട്, കൂട്ടം കൂടി താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്ത്യയിലും അങ്ങനൊന്നും താമസിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ വരുന്നതാണ്, കള്ളനെ പോലെ വരുന്നത്. നിങ്ങൾ ഉറങ്ങി കിടക്കുമ്പോൾ തന്നെ എന്നുവെച്ചാൽ നിങ്ങൾ ഉറങ്ങി എണീക്കുമ്പോഴും ഈ മൂട്ടിൽ നിന്ന് ശരിക്കും ടോയ്ലറ്റ് പോകാണ്ട് മൂട്ടിൽ നിന്ന് ശരിക്കും വിടാണ്ട് അത് അമ്പിച്ച് ഇരുന്നിട്ട് നിങ്ങൾ പച്ചയ്ക്ക് പറയണ രീതി ഞാൻ പറഞ്ഞു. നിങ്ങളുടെ നാവിന്ന് മൂട്ടിൽ നിന്ന് വിടുന്ന രീതിയിൽ പറഞ്ഞിട്ട് അറിയേണ്ട സംസാരം, വിലയുള്ള സംസാരമാണ് നാവിൽ നിന്ന് വരേണ്ടത്. അല്ലാണ്ട് ഇടവകി പാതിരികളെ കുറിച്ചല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ബൈബിൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ള പോലെ ചെയ്തിട്ട് അവരുടെ വെഡിത്തം കേട്ടാൽ നിങ്ങൾ വെഡികളാവുക തന്നെ ചെയ്യുക. പിന്നെ അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതേപോലെയാണ് ഞാൻ പറഞ്ഞു. നിങ്ങളെ ഞാൻ മൂമെന്ന് കൊണ്ടൊന്നും പറയാൻ പോയിട്ടില്ല. ആരും ഞാൻ പറയാൻ പറ്റില്ല. ചെറുപ്പത്തിൽ മുതൽ ഞാൻ പറയാൻ പറ്റില്ല. എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അവന് അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ട് അവരുടെ
ഹിന്ദിക്കാരും മലയാളികളായി ഹിന്ദിക്കാരും പറയും ഓ ഹത്യോക്കിയ, ഞാൻ ഒരു അങ്ങനത്തെ വാക്കുകൾ എനിക്കറിയില്ല. ഹത്യോ അല്ല ഹത്യോക്കിയ, ഞാൻ പറയാൻ ടോണ് മനസ്സിലാക്കുക ഓരോരുത്തരുടെ. ഹത്യോക്കിയ കുട്ടിയും പാനും മൂക്കിപ്പൊടിയും ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുമ്പോൾ ഹത്യോക്കിയ മലയാളി ഹത്യോക്കിയ കുടിച്ച് കുടിച്ചിട്ട് വീഡിയോ വലിച്ച് സിഗരറ്റ് വലിച്ച് റേപ്പ് ചെയ്തു, മറ്റേ ഒരു കൂട്ടുബലാത്സംഗം ചെയ്തു, പേപ്പർ ന്യൂസിൽ വന്ന പയ്യെന്ന് പറയുന്നത്. പക്ഷെ ഡിസ്കസ് ചെയ്യും നിങ്ങൾ പേര് നട്ട് കുടിച്ച് ഛർദ്ദിക്കും അത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ. അതിൻ്റെ കുറേ വിഡ്ഢികളെ സഹായിക്കാൻ പോകും, തലേക്ക് വരില്ലാത്ത വിഡ്ഢികൾ. എന്നിട്ട് ആ മണത്ത് വീണ്ടും കിടക്കാൻ പോകും. എന്നിട്ട് കുടിച്ച് കിടക്കാൻ പോകും. അതെന്താ പറയണേ? അപ്പം ഞാൻ പറയാം, അപ്പം അങ്ങനെയുള്ളൊരു കൂട്ടുബലോത്സവം ചെയ്ത് കുടിച്ച് ഫാമിലി കൊലപാതകം ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വെഡിത്തം പറഞ്ഞ് ശോഷിച്ച നാവുകൊണ്ട് ശോഷിച്ച വാക്കുകളും പറഞ്ഞ് അങ്ങനത്തെ വാക്കുകളെ പറയാം ആരെക്കുറിച്ചും. ബലാത്സംഗം ചെയ്യണവരായിക്കോട്ടെ നോക്കിയപ്പോൾ അപ്പം കുടിച്ച് നടക്കുന്ന വിഡ്ഢികളായിക്കോട്ടെ. ഇവിടെ പറയുന്നത് വ്യത്യാസമുണ്ട്. അങ്ങനെ പറയാണ്ട് പറയിപ്പിച്ചാണ് പറയണത് വ്യത്യാസമുണ്ട്. ക്യാമറയുടെ മുന്നിലാണ്, ക്യാമറ കണക്ഷൻ ഉണ്ടെങ്കിൽ പറയണതിൻ്റെ അർത്ഥമുണ്ട് ആരോടായാലും. അപ്പം അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ കത്തിക്കൊത്ത് ചെയ്തു, അടിപിടി ഉണ്ടാക്കി, ഡ്രഗ് അടിച്ച് കുടിച്ചു, കൊട്ടേഷൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ രീതിയിലല്ല സംസാരിക്കണേ. എൻ്റെ സ്റ്റോൺ വ്യത്യാസമുണ്ട്. അവർ സംസാരിച്ച് കുടിച്ചിലൊക്കെ കെട്ട് ഛർദ്ദിച്ച് കുറേ വീട്ടുകളെ സഹായിക്കാൻ പോകും, ഛർദ്ദിക്കാൻ കുടിച്ചിലൊക്കെ ഇട്ട് വീണ്ടും അതുപോലെ ഉറങ്ങിയിരിക്കും. ഉറക്കത്തിലേക്ക് ഇങ്ങനെ നടക്കണ പോലെ, കണ്ണ് തുറന്നാലും ഉറങ്ങണ പോലെയാണ്. അതാണ് ആ സമയത്ത് കള്ളം വരണം പോലെ വരും എന്ന് പറയണത്. അതുപോലെ ഞാൻ പറഞ്ഞു, ഞാൻ പണ്ട് 2000 മുമ്പ് അന്ന് ഫോൺ ചിലപ്പോൾ വീട്ടിൽ കേടോ, ഫോൺ അങ്ങനെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറിനെ കുറിച്ച് എനിക്കറിയില്ല, ബൈറ്റ്സ് ഇൻ്റർനെറ്റൊന്നും ഫേസ്ബുക്ക് ഒന്നും ഇല്ല. അപ്പോൾ അന്നത്തെ കാലം അങ്ങനെയാണ്. അപ്പോൾ അന്തരീക്ഷം കണ്ടറിയാം. അപ്പോൾ ട്വിസ്റ്റിൽ ആരെയും പരിചയമായിട്ട് പോയി. അപ്പോൾ നമുക്കങ്ങനെ തോന്നണില്ല. അപ്പോൾ വേറെ ഞാൻ എന്താ പറഞ്ഞാൽ ഒന്നും പറയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി അങ്ങനെ പറയില്ല. അപ്പോൾ നിങ്ങളെന്തോ തിരികെ തലയിൽ എന്തൊക്കെ വേറെ വെഡ്ഡികൾ പറഞ്ഞു കേട്ടിട്ട് തലയ്ക്ക് പിരികെറിയിട്ട് ഇങ്ങനെ പറയാതിരിക്കണം. നിങ്ങൾ പറയുന്നത് തിരിയണില്ല എനിക്ക്. അപ്പോൾ അത് പറഞ്ഞു. അപ്പം നിങ്ങൾ വേറെ എന്തോ വിചാരിച്ചാൽ ഞാൻ നിങ്ങളെ കൊണ്ട് പറയാൻ പോയാൽ അപ്പോൾ എനിക്ക് വാക്ക് പറയാൻ ഇഷ്ടമില്ല. അപ്പോൾ ഞാനത് വാക്കുകൾ പറയാമല്ലോ, ആരും എന്നെ തോണ്ടിയോ തോളത്ത് കൈയിട്ടോ പിന്നെ സ്വന്തം കാര്യം നോക്കാൻ അറിയാമെന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്കങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ബാത്റൂമിൽ പോയി ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ പറയും. സ്ട്രോങ് ആയിട്ട് മൂത്രം പോയില്ല. അപ്പോൾ എനിക്കത് തോന്നുന്നു മാജിക്ക് പോലെയാണെന്ന് തോന്നുന്നു. ബാത്റൂമിൽ പോകുമ്പോൾ മൂത്രം സ്ട്രോങ് ആയിട്ട് എത്ര പോയില്ല. അപ്പോൾ ഞാൻ 9 വർഷം എവിടെയും. പക്ഷേ പിന്നെയാണ് 2017 തൊട്ട് അങ്ങോട്ടൊക്കെ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ തെലുങ്ക് പാട്ടൊക്കെ പാടുന്നത്, അതൊക്കെ തെലുങ്ക് സോങ്സ് അരുന്ധതി അങ്ങനത്തെ കുറേ വ്യത്യാസങ്ങളുണ്ട് അതിൽ. ഇപ്പം പാടിയ പോലെയല്ല. അപ്പോൾ അത് കുറച്ചൊരു ഹാർഷായിട്ടെന്ന് പറയാം, എന്തോ സ്റ്റോറി പബ്ലിഷ് ചെയ്യുന്നതും. അപ്പോൾ അവരുടെ മുട്ടും ഉറക്കെ വിടുന്നതും ഡിറ്റോയുടെ പോലെ, അല്ലെങ്കിൽ മറ്റേ ഷ്രില്ലായിട്ട് അമ്പക്കം കോട്ടുവായൊക്കെ ഇടുന്നതൊക്കെ അവർക്ക് രസം പ്രത്യേകത എന്ന് വെച്ചാൽ അന്നില്ലാത്തത്. അന്ന് നമുക്ക് അങ്ങനെ ഇല്ല. അപ്പം അന്ന് 16-17 വയസ്സിൽ അത്ര നമുക്ക് പുരോഗമനങ്ങൾ അങ്ങനത്തെ വരും. അപ്പോൾ അന്ന് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണല്ലേ. മൊബൈലൊക്കെ കിട്ടി 2014, 15, 16, 17, 18, 17 പിന്നെ സെക്കൻഡ് ടൈം പോകണം. അതായത് 2000 വർഷം എന്നാൽ കൂട്ടി അതിൻ്റെ കൂടെ വരുന്ന ഏജ് കൂട്ടേണ്ടത്. 12 വയസ്സ് തികഞ്ഞ് 1, 2, 3, 4 2001 തൊട്ട് 2025 വരെ ഇവിടെ. അപ്പോൾ 2017 തൊട്ട് 2025 വരെയാണെങ്കിൽ അങ്ങനെ 17 വയസ്സ് തൊട്ട് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാം, അങ്ങനത്തെ വാക്കുകൾ തോണ്ടി എന്നെ തോളത്ത് കേട്ടിട്ട് സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനോ എക്സാമിനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിസരത്ത് മൂത്രപ്പുരയോ എന്തെങ്കിലും സാറുമാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഒരു മിമ്പുള്ള മുഖമുണ്ട്. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ അവരുടെ മുഖം എനിക്ക് പ്രതിഫലിക്കാൻ പറ്റും എൻ്റെ മുഖത്ത്. അപ്പോൾ ഏത് സമയത്ത് തൊട്ടാണ് ഗോവയിൽ പോർച്ചുഗീസ് ഇംഗ്ലീഷ് കേട്ടവരാണ്, ഹിന്ദിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ അത് തന്നെയാണ്. ഇപ്പോൾ ബെറ്റ്സി മിസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ ഹിന്ദിയിൽ മലയാളമൊക്കെ ഇപ്പോൾ 8ാം ക്ലാസ് ഒരാഴ്ച തീർന്നില്ല, അത് കഴിഞ്ഞിട്ട് കൊണ്ട് ട്രക്കിനടിയിൽപ്പെട്ട് ബെഡ് റെസ്റ്റ്. ഇപ്പോൾ ബെത്ലഹേം ബെറ്റി മൗസി ജോസ് മൗസിക്ക് ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നടക്കണേ. വെണ്ടൂരുള്ളവരും വെണ്ടൂർ പഴയ പള്ളിയിലാണ് അവർക്കുണ്ടാവുക. വെണ്ടൂർ പഴയ പള്ളി അപ്പോഴേക്കും പൊളിക്കാറായി. പഴയ പള്ളിക്ക് കുറേ സ്റ്റെപ്സ് ഉണ്ട് അങ്ങോട്ട് കയറാനായിട്ട്. ഒരു പഴയ രീതിയിലെ പടതാണ്, മീൻസ് ഒരു ഗോത്തിക് ഏരിയയിൽ. അപ്പോൾ ഇപ്പോഴത്തെ പോലെയല്ല. അപ്പം നമുക്ക് അന്നത്തെ കാലം ഇപ്പോഴത്തെ കാലം കണ്ട മനസ്സിലാവും, വളരെ വ്യത്യാസമുണ്ട്. അന്നത്തെ കാറുകൾ അന്നൊന്നും അംബാസഡർ കാർ മാത്രമേ കാണുള്ളൂ എല്ലായിടത്തും. കുറേ കാളവണ്ടികൾ കാണും. അതൊന്നും ഇപ്പോൾ ഒന്നുമില്ല ഇവിടെ. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. എല്ലാ കാലത്തിനും എല്ലാ സമയത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അന്നത്തെ ബസ്സുകളുടെ രീതി, ഷേപ്പ്, അവരുടെ എല്ലാം കണ്ട് മനസ്സിലാക്കും, എല്ലാം വേറെ ടൈപ്പിലാണ്.
അപ്പം അപ്പം അങ്ങനത്തെ അന്നത്തെ പെട്ടി ഓട്ടോ കൂടുതലും ഇങ്ങനത്തെ ഓട്ടോകളല്ല, ജസ്റ്റ് കാണാം കട കട എന്നുള്ള വേറെ പെട്ടി ഓട്ടോ എന്ന് പറയും, അങ്ങനത്തെ ഓട്ടോകളാണുള്ളത്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് വ്യത്യാസങ്ങൾ. അന്ന് ബൈക്കുകളൊന്നും ഇല്ല അധികം. അപ്പോൾ അപ്പോൾ അന്നത്തെ കാലം ആ രീതിയിലാണ് വരണം. പിന്നെന്താ പറഞ്ഞത്, അപ്പോൾ അവിടെ നിന്ന് വരുമ്പോഴും അപ്പോൾ നമ്മൾ ഗോവയിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ വേറെ കുറച്ചുകൂടി മോഡേൺ ആയിട്ട് പാർട്ടി ലൈഫൊക്കെ കണ്ടിട്ട് ഈ പ്രാചീന ലൈഫൊക്കെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തോന്നണേന്ന് പറഞ്ഞു, അത് പറഞ്ഞു. അപ്പോൾ അവിടെ കുറച്ചുകൂടി ചെറിയ കാറുകൾ മാരുതി അതൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും, പ്രീമിയർ. അതൊന്നും പ്രീമിയർ അങ്ങനത്തെ അന്ന് അധികമൊന്നും ഇവിടെ ഇറങ്ങണില്ലേ തോന്നുന്നു. അങ്ങനത്തെ അംബാസഡർ മാത്രമേ അധികം കാണുള്ളൂ. പിന്നെ വേറെ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അങ്ങനത്തെ വാക്കുകൾ പറയാനായിട്ട് നിങ്ങൾ ഇങ്ങനെ പറയണതിൽ എന്താ അർത്ഥം? അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ പ്രശ്നം എന്തില്ലെങ്കിലും ഓക്കെ, അതൊക്കെ നിങ്ങളുടെ തെറ്റ്, നിങ്ങൾക്ക് ഒന്നും ചെയ്യില്ല എന്നുള്ളതൊക്കെ ഞാൻ താഴെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുതന്നെ പറഞ്ഞു, ക്യാപ്റ്റന്മാർ വെഡിത്തം ഓരോന്ന് എഴുന്നള്ളിക്കണതിന് ക്യാപ്റ്റൻ്റെ ഷിപ്പുകൾ പാട്ട് പാടണമനുസരിച്ച് ഏത് പാട്ടാണ് പാടിയ കുടലമ്മ ഏത് പണ്ടാരം പിടിച്ച പാട്ടാണെങ്കിലും ഷിപ്പുകൾ തുടരെ കൊച്ചി തീരത്ത് തന്നെയല്ല ഉണ്ടായേ, എല്ലാം പൊട്ടിത്തെറിച്ച് താഴേക്ക് വീണത് കണ്ടെയ്നേഴ്സ് തുറമോ തീരത്ത് വന്ന് അടിഞ്ഞത്. അപ്പോൾ ഒന്ന് ഓർക്കുക, ഈ ജോലി ചെയ്യാൻ തത്രപ്പെടുന്നവരും വ്യഗ്രത മൂലം പൂണ്ടണവരും വെപ്രാളപ്പെടണവരുമാണ് ജോലി ചെയ്യാനും ജോലി ചെയ്യാനും കല്യാണം കഴിക്കാനും മക്കളുണ്ടാക്കുക. അത് സമയത്തിന് ജീവനോട് ചെയ്ത സമയത്ത് നടക്കേണ്ട സമയത്ത് നടക്കുക. നിങ്ങൾ നടന്നില്ല കുഴപ്പമില്ല, നമുക്ക് സമ്മതം ജീവിക്കാൻ നോക്കി. അപ്പോൾ ജീവിക്കാൻ സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും, ജീവിക്കാം. അപ്പോൾ നിങ്ങൾ അതുകൊണ്ടാണ് പ്ലെയിനൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നത്. അപ്പോൾ ഞാൻ ഗ്രൈൻഡറിലൊക്കെ ഓരോ ചാറ്റ് ചെയ്യണ രീതിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഉറങ്ങിപ്പോയി ഞാൻ പറഞ്ഞു, ഞാനൊരു ഒരു സ്ഥലത്ത് ചാറ്റ് ചെയ്യണമെങ്കിൽ അതിപ്പോൾ നമുക്ക് ഫ്രാങ്ക് ആവണമെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ പലതരം ആപ്പ് ഉണ്ടല്ലോ. ഞാൻ പറയും ഞാൻ ഓക്ലാൻഡിലായിരുന്നു, ഇങ്ങനെയല്ലേ പറയണം. അപ്പോൾ ഒരു കൺവെർസേഷൻ ഒരു ശക്തിയുണ്ട്, ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ സെൻറ്റൻസ് ഉപയോഗിക്കുമ്പോൾ അത് അവർ വിശ്വസിച്ചെന്ന് വരും, നമ്മൾ ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ ഓക്ലാൻഡിൽ അപ്പോൾ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. എന്ന് പറയുന്ന രീതി എനിക്കില്ലാന്ന് പറഞ്ഞു, അവിടെ നിന്ന് വരുന്ന രീതിയില്ല. അപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ മക്കളുടെ ഞാൻ പോരാ, 7 വർഷം 75 ലക്ഷം ജസ്റ്റ് ഇവിടെ വീണ്ടും കൊച്ചി എത്തിയാൽ, കൊച്ചിയിൽ തൃശ്ശൂർ അമ്മ വീട്, അവിടെ ജോലി വല്ല അവിടെ ബിസിനസ്. പിന്നെ എപ്പോഴെങ്കിലും 7 വർഷം ഇവിടെ തന്നെ തങ്ങി. ഇന്ത്യൻസിനെ എനിക്കിഷ്ടം, ബ്ലാക്ക് ലോങ്. അപ്പോൾ അവിടെ പോയിട്ട് ഇംഗ്ലണ്ടിൽ വല്ല റെക്കമെൻഡേഷനൊന്നും അല്ല ഉണ്ടല്ലേ പിന്നെയും പോകും. അപ്പോൾ ഫാൻറ്റസി മാൻ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ആ രീതിയിൽ ജോലി ചെയ്യാൻ തത്രപ്പെടേണ്ട ആവശ്യമില്ലാന്ന്, മക്കളുണ്ടാക്കാൻ കല്യാണം കഴിക്കാനും. വ്യഗ്രത മൂലം നിങ്ങളുടെ വാക്കുകൾ വരും, വ്യഗ്രത മൂലം വ്യഗ്രത പൂണ്ടേണ്ട ആവശ്യമില്ല, വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല. ആ സമയത്തിന് ജീവനുള്ള ദൈവത്തിൻ്റെ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാവും. അപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ സ്വഭാവം തമ്മിൽ സിഗതാൻ വെടികൾ തട്ടിച്ച് നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് പറയണം. പിന്നെ പല കാര്യങ്ങളും കളർ കോഡ് ഉണ്ടായ 9 എണ്ണത്തിന് ഒരുമിച്ച് കിട്ടി. സിനിമകൾ ഈ റേപ്പും ബലാത്സംഗവും നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കുടിച്ച് നടന്ന ഡ്രഗ് അടിച്ച് വീഡിയോ വെച്ച് ഗുഡ്കിങ് കഴിച്ച് ഞാൻ വാഴടിക്ക് എന്തെങ്കിലും ലവ് എന്തെങ്കിലും മനസ്സിലായി. പക്ഷേ അതിൽ കളങ്കയില്ല. ഡ്രഗ് അടിച്ച് കുടിച്ച് വീഡിയോ കളിച്ച് ശോഷിച്ച വാക്കുകളാണ്ട് വലിയ പേടിയാണ്, പാവാണ് ഞാൻ പറയണില്ലേ, പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറയണം, നിങ്ങളുടെ നാവ് ശോഷിച്ച വാക്കുകൾ നിങ്ങളെ തന്നെ സ്വയം തിരിച്ചു കൊത്തുന്നത്. നിങ്ങളുടെ വിഷമാണ് നിങ്ങളുടെ നാവിൽ നിന്ന് വരണത്. നിങ്ങൾ മര്യാദയ്ക്ക് ടോയ്ലറ്റിൽ പോകാണ്ട് നാവിൽ നിന്ന് മൂട്ടിൽ നിന്ന് വരണത് വായന്ന് വിട്ടിട്ട്, വായന്ന് വരേണ്ടത് വിലയുള്ള സംസാരമാണ് വരേണ്ടത്, പൂർണ്ണ അറിവോടെ. അതാണ് ധൈര്യത്തോടെ പറഞ്ഞിരിക്കണവർ ആണ്ട് മൂമനാന്ന് ആരെക്കുറിച്ച് സ്വയം പറയില്ല. കുടിച്ച് നടന്ന് സ്വന്തം ലൈഫ് വേസ്റ്റാക്കില്ല. കുടിച്ച് നടന്ന് ഡ്രഗ് അടിച്ച് ബീഡി അടിച്ച് ഗുഡ്കിയും ബീഡിയും വലിക്കുന്നത് ഒരു മിനിറ്റിൻ്റെ കാര്യമാണ് പറയണേ. 30 വർഷം ഇങ്ങനെ 1 മിനിറ്റ് 1 സെക്കൻഡ് എല്ലാ വർഷം ഗുഡ്കിയും കുടിച്ച് ഡ്രഗ് അടിച്ച് എല്ലാ ബ്രാൻഡും കുടിച്ച് ഡ്രഗ് ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് നടന്ന് മൂക്കിപ്പോയിട്ട് ഡ്രഗ് അടിച്ച് നടന്നിട്ട് ലൈഫ് വേസ്റ്റ് ആക്കണം ഓരോന്ന് വിഡിത്തം ചെയ്തിട്ട്. അപ്പോൾ അതിൽ കാര്യമില്ല എന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ അങ്ങനത്തെ വാക്കുകൾ യൂട്യൂബേഴ്സ് ഹിന്ദിയിലായാലും മലയാളത്തിലായാലും ഹിന്ദിക്കാരെ പോലെ മലയാളികളാവാണ്. അതും ജീവനകത്ത് വിഗ്രഹങ്ങൾ ആരാധിച്ച് ഹത്യക്ക് മരിച്ചവരോട് പ്രാർത്ഥിച്ച് അതിൻ്റെ ആവശ്യമില്ല. അവന് ഹത്യക്ക് അടിപിടി ഉണ്ടാക്കി കത്തിക്കുത്തുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് അവരുടെ വേ ഓഫ് ടോൺ അങ്ങനെയാണ്. കുടിച്ചിലൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയണേ. പറയാത്ത കാര്യം പറഞ്ഞിട്ടില്ല പറയും. സ്പൂൺ ഫീഡിങ് ഒന്നും അറിയില്ല. കഴിക്കാത്ത കാര്യം അങ്ങനെ പഠിപ്പിക്കില്ല. സ്വന്തം കാര്യം നോക്കി സന്തോഷമായിട്ട് ധൈര്യമായിട്ട് നടക്കണം. അവരുടെ തലയിൽ കൈയിടരുതെന്ന് പറയുന്നത് ശരിയാണ്. അവരുടെ കയ്യിലും തലയിടരുതെന്ന് പറയുന്നതും അതും ശരിയാണ്.
അപ്പോൾ കഴിക്കാത്ത കാര്യം കഴിച്ചില്ല എന്ന് പറയും. സ്പൂൺ ഫീഡിങ് ഒന്നും വരുന്നില്ല, തുപ്പിക്കളയെന്ന് പറയും. തുപ്പിക്കളയാൻ പറയേണ്ട ആവശ്യമില്ല, ക്യാമറയുടെ പ്രൂഫൊന്നുമില്ലല്ലോ. അതുപോലെ ചെയ്യാത്ത കാര്യം ചെയ്തില്ല എന്ന് പറയും. ചെയ്തവരും പറഞ്ഞവരും ഇങ്ങനത്തെ വെഡിത്തത്തിൽ മുഴുകിയവർ പറയില്ല, പറഞ്ഞാലും അവർ ആ വെഡിത്തത്തിലാണ് മുഴുകി നടക്കുന്നത്. വീണ്ടും കൂടുതൽ സ്വന്തം നാവ് അശുദ്ധാക്കിയിട്ട് സ്വന്തം നാവ് കൊണ്ട് വെഡിത്തം പറഞ്ഞ് സ്വയം മുറിവേൽപ്പിച്ച് സ്വയം പരാജയപ്പെടുത്തി സ്വയം അധിക്ഷേപിച്ച് ഇങ്ങനെ ഇല്ലാണ്ടാവുക. അതാണ് ധൈര്യമില്ലാത്ത ജീവിതം. സ്വന്തം തന്തയുടെ തലയുടെ റീട്ടാർഡ് നേച്ചർ അതേപടി അനുകരിച്ച് നാവ് ചീത്തയാക്കി ഇങ്ങനെ വളർന്ന് പടി വരുമ്പോൾ ഇല്ലാണ്ടാവുന്നത്. പെട്ടെന്ന് ഇല്ലാണ്ട് വലിയ ഭാഗ്യമൊന്നുമില്ല. കളർ കോഡ് പോലെ 9 ആവശ്യമില്ലാത്ത സിനിമ കൈ കൊട്ടി വെഡിത്തം വൃത്തിയായിട്ട് കവളും വെച്ച് മോന്ത കാണാൻ വേണ്ട കൈ അടിക്കുമ്പോൾ കണ്ട് 9 അത് MBBS സ്റ്റുഡൻസ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റിന് ഞാൻ ലൈക്ക് അടിക്കുന്നുണ്ട്, കുറേ ആക്സിഡൻറ്റ് വീഡിയോസിന് പലതരം കമൻറ്റ്. യൂട്യൂബിൽ ഇങ്ങനെയുള്ളവർക്ക് പറയും വേസ്റ്റ് പാരൻസ് ഉണ്ടായി, വേസ്റ്റ് മക്കൾ തന്നെ പറയണം. ഇവർ പാരൻസ് ഇവർക്ക് കരഞ്ഞിട്ട് കാര്യമുണ്ട്, അവരുടെ ശവപ്പെട്ടി കണ്ടിട്ട്. പാതിരിയുടെ ആവശ്യമില്ലെന്ന് മര്യാദയ്ക്ക് ഉണ്ട്. പാതിരി അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ നല്ല ധൈര്യമായിട്ട് ജീവിക്കണം. ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാണ്ട്, സോഷ്യൽ വാക്കുകൾ ഉപയോഗിക്കാണ്ട്, കൊള്ളാത്തതുകൊണ്ട് പ്രദേശം വരാത്തതുകൊണ്ട് പറഞ്ഞു കുടിച്ച് ഒക്കെ ഇട്ട് നടക്കണവർ ഇത് പറയുമോ? ഇല്ല. മനസ്സിലാക്കുക, വ്യത്യാസം എന്താ മനസ്സിലാക്കുക. അപ്പോൾ അവർ കുടിച്ച് 9 പേര് ഒരുമിച്ച് കിട്ടി. പഴയ വണ്ടിയും പഴയ ടയറ്, ബ്രേക്ക് ഇട്ടപ്പോൾ നല്ല സ്പീഡിൽ പോകണ ഒരു 100 കിലോമീറ്റർ അടുപ്പിച്ച് പോയി കഴിഞ്ഞാൽ നല്ലോണം ബ്രേക്ക് ഇട്ടണമെങ്കിൽ നല്ലോണം ഒഴുകി അതിൻ്റെ സ്ലൈഡിങ് ഫ്രിക്ഷനെ കുറിച്ച് ഇപ്പോൾ ഒരു സ്റ്റഡി അവരിപ്പോഴും ഇറക്കണേ. ടയറും അതിൻ്റെ വെള്ളം കയറണതിനനുസരിച്ച് വഴുക്കൽ വരും, ടയറും റോഡ് തമ്മിലുള്ള കണക്ഷൻ വിടും. അപ്പോൾ ബ്രേക്ക് ഇടുമ്പോൾ ബ്രേക്കും കിട്ടില്ല, അത് പോവും. അപ്പോൾ അങ്ങനെയുള്ളത് ഫേക്ക് സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ ഈ ബലാത്സംഗം, കൂട്ടബലാത്സംഗം ചെയ്തു, മറ്റേ ചെയ്തു, റേപ്പ്, അടിപൊളി ഉണ്ടാക്കി. അതന്നെയാണ് വിഡ്ഢികൾ ക്യാമറയുടെ മുന്നിൽ കോഹലാൽ കുമ്മിത്താവശ്യം ചെയ്യണേ. ഈ ക്ലീഷ പോലത്തെ ഒരു കാര്യം കവളും പിടിച്ച് കൈ അടിക്കും. ഞാൻ നോക്കി കാണുള്ളൂ. വിഡ്ഢി സോങ് ആയിട്ടൊക്കെ ചൈൽഡ്ഹുഡ് കേൾക്കുമ്പോൾ അത് പാടാൻ തോന്നും താളത്തിനനുസരിച്ച്. അത് ജീവനത്തെ വിഗ്രഹങ്ങൾ ആരാധിച്ചിട്ടല്ല. അപ്പോൾ അങ്ങനെയുള്ള വിഡ്ഢി സോങ്സ് കേട്ടിട്ട് അത് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണേ. ഇയർഫോൺ കേട്ട് നിങ്ങൾ ധൈര്യം ഇല്ലാണ്ട് ചാവാണ്. അതിന് ഫിസിക്കലി ചാവേണ്ട കാര്യമില്ല. ഓൾറെഡി നിങ്ങൾ സത്ത ജീവിക്കണം ധൈര്യം ഇല്ലാണ്ട്. ജോലി ചെയ്യാൻ വെപ്രാളപ്പെട്ട്, ജോലി ചെയ്യാൻ വ്യഗ്രത പോണ്ട്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ, മക്കളുണ്ടാക്കാൻ തത്രപ്പെടേണ്ട ആവശ്യമില്ല. അത് ഉണ്ടാവേണ്ട സമയത്ത്, ജീവനുള്ള ദൈവത്തിൻ്റെ സമയത്ത് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവണം. പിന്നെന്താ പറഞ്ഞാൽ ഇത് അതുപോലെ കുറേ മധ്യസ്ഥം എന്ന് പറയുന്നത് ഒരു മധ്യസ്ഥനുള്ളൂ യേശുവ, വേറെ മധ്യസ്ഥനില്ല. മറ്റേ ഇളയവർ കടിഞ്ഞൂര്, യേശുവയുടെ ഇളയവർ 6 മക്കളും ആൺമക്കളും യോസഫിനും വീട്ടിലിരിക്കുമ്പോൾ ആ യേശുമാർ എഴുതിയിട്ടുണ്ട്. അതായത് അവർക്ക് ലാസ്റ്റ് സിസ്റ്റർ ഉണ്ട് അതിൻ്റെ. അപ്പോൾ അവർ പറയും അങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പറയും, നിങ്ങൾക്ക് അത്ര പേര് ഫേമസ് ആവണമെങ്കിൽ നീ വേറെ എന്തെങ്കിലും മാജിക്കോ എന്തെങ്കിലും പുറത്തേക്ക് വരാൻ എന്തെങ്കിലും ചെയ്യാമെന്ന രീതിച്ച് പറയും. അതിന് ശേഷം 30 വയസ്സ് വരെ പുറത്തിറങ്ങണല്ലേ. എന്നുവെച്ചാൽ യേശുവയുടെ യൗസപിതാവിനെ സഹായിക്കുക ചെയ്യണം. യൗസപിതാവ് അതിനു മുമ്പ് മരിച്ചെന്ന് തോന്നുന്നു, ഒരു 5 വർഷം മുമ്പ്. അപ്പോൾ യൗസപിതാവ് എന്ന് പറയുന്നത് അവരുടെ മരപ്പണിക്ക് സഹായിക്കുകയാണ് ചെയ്യണം കൂടെ. അപ്പോൾ അവരും പണി ചെയ്യും, യേശുവും പണി ചെയ്യും, യൗസപി പണി ചെയ്യും. എന്നിട്ട് അതിന് കൂടെ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കും, അത്ര തന്നെ. അവർ അത് പറയണേ, ജോലി ചെയ്യാൻ വ്യഗ്രത പൂണ്ടേണ്ട ആവശ്യമില്ലെന്ന്. അതാണ് ഇവർക്ക് തിടുക്കാണ്. അല്ലെങ്കിൽ എന്താണ് മക്കളുണ്ടാക്കാൻ തിടുക്കം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ, കല്യാണം കഴിക്കാൻ തിടുക്കം, വെപ്രാളം, അല്ലെങ്കിൽ വ്യഗ്രത പൂണ്ട, അങ്ങനത്തെ തത്രപ്പെടാം. അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് പൊലിഞ്ഞ് പോണത്. ക്യാപ്റ്റൻ്റെ പ്ലെയിനാണ്, ക്യാപ്റ്റൻ്റെ ഷിപ്പാണെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് നേച്ചറൊക്കെ പൊലിഞ്ഞ് പോകുന്നത്. അതുപോലെ വിഗ്രഹങ്ങൾ അങ്ങനത്തെ ഒന്നും ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ജീവനില്ലാത്ത മരിച്ചവരെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, പുണ്യാളം. അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഉണ്ടാക്കി വയ്ക്കുക എന്താണ്, കുറിയത്തിനൊക്കെ ആരാധിച്ച് വിഗ്രഹങ്ങൾ ആരാധിച്ച് റിപ്പീറ്റഡായി സാക്രിഫൈസ് വിലയില്ലാണ്ട് നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും 3 ചെയ്ത് നടക്കുന്നത് വെറുതേക്കാണ്. നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒരു സെൻറ്റൻസിൽ. അതുമാത്രമല്ല, കുറേ അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്താ, പാതിരികളുടെ ആവശ്യമില്ല. അപ്പം അത് വേണ്ടാത്തതാണ് നിങ്ങൾ ആവുകൊണ്ട് പറഞ്ഞ് പൊക്കി വെഡിത്തത്തിൽ പൊക്കി വയ്ക്കണം. അതാണ് വേഗം പൊലിഞ്ഞ് പോകുന്നത്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അത് ഞാൻ കണ്ട വളരണ്ട, അത് മനസ്സിലാക്കാൻ പഠിക്കുക അന്നേ തൊട്ട്. അപ്പോൾ അത്ര തന്നെ. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ പറയുമ്പോൾ ഇങ്ങനത്തെ വൃത്തികേടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാണ്ട് നിങ്ങൾ അവിടെ ഇവിടെ എന്ത് പറയാൻ നിൽക്കുന്നത്. അവിടെ പീക്കോക്ക് മേയോ അതിനും പറയുള്ളൂ. നാവ് സംസാരം ക്വാളിറ്റിയുള്ള സംസാരകരുണ്ട്. അത് മൂട്ടിന്ന് വിടേണ്ട കാര്യമാണോ പീക്കോക്ക് പറയണോ? അവിടെ മൂട്ടിന്ന് വിട്ട കാര്യമാണോ പീക്കോക്ക് അവിടെ പറയണേ? മേയോ എന്ന്. രാജസ്ഥാനിലുണ്ട്. അവിടെ നമ്മൾ ഇവിടെ 7th ഡേയിൽ പോകുമ്പോൾ ഈ തൃശ്ശൂർ സ്കൂളിൽ നിന്ന് സൈക്കിളോടെ ഇവിടുന്ന് അരികത്തോടെ പോകുമ്പോൾ കേൾക്കില്ല. പീക്കോക്കിന് എന്ന് ഉണ്ടാവുണ്ടായിരിക്കും ഈ പരിസരത്ത്. പീക്കോക്കിൻ്റെ മേയോ കേൾക്കുന്നത് വളർത്തുന്നത് മോളിക്ക് കേൾക്കണേ ശബ്ദം, ആകാശത്തേക്ക് കേൾക്കുമ്പോൾ നല്ല ശബ്ദത്തിൽ കേൾക്കണം. അത് ജീവനോട് ദൈവം എല്ലാം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം സെയിമാന്ന് പറയണം. പിന്നെ എന്താ പറയണേ,
അപ്പം മൂട്ടിൽ നിന്ന് വിടേണ്ട കാര്യങ്ങൾ ഞങ്ങൾ രാവിലെ ശരിക്കും ടോയ്ലറ്റ് വിടാണ്ട് ഇവിടുന്ന് വിടണം. അപ്പോൾ ആയിക്കോട്ടെ, നിങ്ങളുടെ സ്വന്തം നാവ് നിങ്ങളെ തന്നെ ഉദ്ദേശിച്ച് നിങ്ങളെ സ്വയം പരാജയപ്പെടുത്തി നിങ്ങളുടെ സ്വന്തം വില കുറച്ച് കാണിച്ച് നിങ്ങളെ സ്വയം മുറിവേൽപ്പിക്കണം. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അത് ധൈര്യമില്ലാത്ത ലൈഫാണ്. ധൈര്യമില്ലാത്ത ജീവിച്ചിട്ട് കാര്യമുണ്ട്. അറിവില്ലായ്മയിൽ ധൈര്യമില്ലായ്മയിൽ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച് അത് കാര്യമില്ല. പുറമോടി കാണിക്കുന്നതല്ല ശരി. അത് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? ഈ ധൈര്യമില്ലാത്തവരത് പറയില്ല. അത് മനസ്സിലാക്കാൻ പഠിക്കും. പിന്നെന്താ പറഞ്ഞേ? അതുപോലത്തെ പീകോക്കിന് മൂട്ടിന് വിടണ സൗണ്ടാണോ വായെന്ന് പറയണത്? അത് കുറച്ച് ക്വാളിറ്റിയുള്ള കേൾക്കുമ്പോൾ നമ്മൾ സുഖമുണ്ട്. എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ സുഖമുണ്ട്. നമ്മളപ്പോഴും ചാടിയിട്ട് എന്തിനാ വേഗം പറയാൻ പോകണ്ട. അപ്പം നിങ്ങൾ എന്തൊക്കെ വെടുത്താൻ പറയണം, അത് നിങ്ങൾ ഉദ്ദേശിച്ച് പറയണം. ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു ഹിന്ദിക്കാരൻ അവിടെ പോർച്ചുഗീസും അങ്ങനത്തെ കാര്യങ്ങൾ വരണമെന്ന് പറഞ്ഞു. കൊങ്കണി കളർ അതിൽ ഹിന്ദി വരണമെന്ന് പറഞ്ഞു. ഹിന്ദിക്കാരോട് ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് നിങ്ങൾ മലയാളത്തിൽ ചെറുപ്പത്തിലോട്ട് പഠിച്ചു വളർന്നത് എന്ത് വെഡിത്തത്തിലായിക്കോട്ടെ, റോമൻ കാത്തലിക് ആയിക്കോട്ടെ, തന്നാൽ ഫ്രീ ട്രാക്ക് നേച്ചർ ഹിന്ദി ആയിക്കോട്ടെ, അവിടെ നിന്ന് ജോലി ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും റെയിൽവേ സ്റ്റേഷൻ എന്തായിക്കോട്ടെ, അവിടെ ജോലി ചെയ്ത് അവിടെ ഹിന്ദി സംസാരിക്കണ പോലെ രീതിയല്ല എനിക്കവിടെ ഹിന്ദി കണ്ടുകൊണ്ട് പറയുന്ന രീതിയില്ല. പിന്നെ നിങ്ങൾ മലയാളത്തിൽ എനിക്ക് എങ്ങനെ കൊള്ളാം. ഞാൻ അങ്ങനെ വെഡിത്തത്തിൽ ചരിച്ചിട്ടുണ്ടെങ്കിലല്ലേ കുടിച്ച് നടന്നാൽ എനിക്കിപ്പം നിങ്ങൾ പറയുന്നത് കൊള്ളുള്ളൂ. കൊണ്ടെങ്കിൽ കുടിച്ച് നടക്കേണ്ട ആവശ്യമുള്ളൂ. ഡ്രഗ്സ് അടിച്ച് കുക്കിങ് അടിച്ച് ഇല്ല. അപ്പം നിങ്ങൾ വേറെ ഏതോ വെഡിനെയും സ്വപ്നം കാണണേ ശബ്ദങ്ങളിൽ. ഇത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കായി ശവപ്പെട്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഞാനാണോ ശവപ്പെട്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്? എനിക്ക് ഷെയ്ക്കൻ്റായി തന്നിട്ട് ജോസനും അന്ന് കുറ്റുമോന്തിയും പിടിച്ചിട്ട് ഇപ്പം ഷെയ്ക്കൻ തന്നിട്ട് കാര്യമുണ്ട്. അതാണ് സമയത്തിന് ഓരോരുത്തർ കിട്ടുന്നത്. ഒരുപാടും വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 7:30 തൊട്ട് 6:30 വരെ ഉണ്ടോ വൈകിട്ട്. അപ്പോൾ ഞാൻ തിയേറ്റർ പോലെ ഇരിച്ച് കയറുന്ന പോലെ പേഷ്യൻസാണ്. അപ്പോൾ എല്ലാം ജോലി ചെയ്യുമ്പോൾ ഷെയ്ക്കൻ തന്നിട്ട് പോകണമെങ്കിൽ അന്ന് കുറ്റുമോന്ത് പിടിച്ചിട്ട് വെടിത്തം കാണിച്ച് വിവരമില്ലായ്മയിൽ ഒന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത് പെട്ടത്തലയായി. അത് കുറ്റുമോന്തി പിടിച്ചപ്പോൾ ചിരിക്കുമ്പോഴേ ഫേക്ക് ചിരിക്കാണ്ട് പ്ലസൻ്റായിട്ട് പൂർണ്ണ അറിവോടെ ചിരിക്കാൻ പഠിക്കും. നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കായി ശവപ്പെട്ടി ഒരുക്കി വെച്ചത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ നാവ് നിങ്ങളുടെ അശുദ്ധമായ വിഡികൾ പറയാൻ കേട്ടിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ, അർത്ഥമില്ലാത്ത കാര്യങ്ങൾ. ഇത് മലയാളമല്ല പറയണേ. മലയാളത്തിൽ കയറിയപ്പോൾ എനിക്ക് 75 അങ്ങനെ കിട്ടണേ. നോവലും അങ്ങനത്തെ കാര്യങ്ങൾ വായിച്ചു. ഹിന്ദിയിലും അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് മലയാളം ബെറ്റ്സി മിസ്സിന് കിട്ടിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അതെല്ലാം ബെത്ലഹേം അതിനെ പറഞ്ഞു കണക്ഷൻ പേരുണ്ട്. അപ്പോൾ അതെന്തുണ്ടാവണം? നിങ്ങളെന്ത് നാവ് നിങ്ങളുടെ തോൽക്കാൻ പോണ അവസ്ഥ, നിങ്ങൾ സ്വയം തോൽക്കുമെന്ന് ഉറപ്പിച്ചിട്ടാണ് നിങ്ങൾ ശവപ്പെട്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് നിങ്ങളുടെ നാവ്. നിങ്ങളുടെ വിഷം, നിങ്ങളുടെ നാവ്. ഞാൻ അങ്ങനത്തെ വാക്കുകൾ പറയാൻ പോയിട്ടില്ല. പിന്നെ ഇങ്ങനെ നിങ്ങളെ ഉപദ്രവിക്കാണ്ട് നിങ്ങളതിനെ ദ്രോഹിക്കണം വിചാരിച്ചിട്ട് നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾ ശോഷിച്ച വാക്കുകൾ നിങ്ങളതിനെ തോൽപ്പിക്കണം, നിങ്ങളെ തന്നെ പരാജയപ്പെടുത്തുക, നിങ്ങളെ തന്നെ മുറിപ്പെടുത്തി, നിങ്ങളുടെ തന്നെ ലോവർ ക്വാളിറ്റി പുറത്ത് കാണിച്ച് നിങ്ങളെ തന്നെ അധിക്ഷേപിക്കുന്നത്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അത് ധൈര്യമില്ലാത്ത ഞങ്ങളുടെ ജീവിതം എന്നല്ല പറയണത്, ശോഷിച്ച അവസ്ഥ. ഞങ്ങളുടെ തന്തയുടെ തള്ളയുടെയും റീട്ടാർഡ് നേച്ചർ അനുകരിക്കണം. നിങ്ങൾ മനുഷ്യന്മാരൊന്നല്ല ദൈവം എന്ന് പറയുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ മാജിക് എന്ന് പറയുന്നത് മനുഷ്യരായിട്ട് തട്ടിച്ച് നോക്കി ചെകുത്താൻ വെടികൾ ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ ആരാധിക്കണവരെയും തട്ടിച്ച് നോക്കിയാൽ ഒരു ഇതുണ്ടാവില്ലേ. ആവശ്യമില്ലാണ്ട് ചിരിച്ചിട്ടും മുരിച്ചിട്ടും കാര്യമില്ല. നിങ്ങളുടെ ആയിരുന്നു കുട്ടി വാങ്ങനെ സുനിശ്ചിതം എന്ന് പറഞ്ഞു. നിങ്ങളുടെ നാവുകൊണ്ട് പോയിക്കണം വെടിത്തം നിങ്ങളെ തന്നെ കീഴ്പ്പെടുത്തുക. അത് തന്നെയാണ് അന്നും ഉണ്ടായത് കുപ്പാപ്പന് കുമാമ തൊട്ട്. മനസ്സിലായോ? നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം. 69 വയസ്സിലും ഗോവയിൽ നിന്ന് വന്നുള്ളൂ. ഞാൻ ഒരു 5-7 വർഷമായിട്ടുള്ള കല്യാണം കഴിച്ചിട്ട് ഡാഡിമാൻ വേണ്ടി. അത് ഒരു 69 വയസ്സിൽ 73 മരിക്കുന്നത് നേരത്തെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ മരിക്കുന്ന പോലെയാണോ? പെട്ടെന്ന് ശ്രദ്ധ പോലും 96 ഞാൻ ഗോവയിൽ അവിടെ എത്തിയപ്പോഴും എന്നെ വെണ്ടൂര് അവിടെ വീട് പണിതിട്ടില്ല. 97 ചെയ്യാരം ഇവിടെ വരണ പോലെയാണോ? 90 വയസ്സായിട്ട് 2000 വല്ല അമ്മാമയും വയസ്സായിട്ട് അസുഖം മൂലം മരിക്കണ പോലെയാണോ? 69 73 വയസ്സിലും 2001 മുമ്പ് 2000 മരിക്കണത് ഫുൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ. അത് മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ അതിലെല്ലാം കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ അധികം പറയാനില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ അടുത്ത് ഇതാണോ, ക്യാപ്റ്റനാണോ, ജോസമോസയാണോ, മോന്തയാണോ, അവരുടെ എന്തായാലും കണക്ഷനില്ല മോളിലുള്ള സെക്കൻഡ്. അപ്പോൾ ആർക്കും ക്രിമിയാട്ടനാണോ? അപ്പോൾ ആർക്കെങ്കിലും കിട്ടും, ഒരു സമയത്ത് കിട്ടും. ഇപ്പോൾ മാസങ്ങൾ കിടക്കില്ല. ഇന്ന് രാത്രി കുട്ടി വാങ്ങിയില്ലേ? ഇന്ന് രാത്രി എന്ന് പറഞ്ഞേ ഏതെങ്കിലും രാത്രി സമയം കിടക്കുന്നുണ്ട്. ടിക് ടിക് ടിക്. അപ്പോൾ സമയം കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മാസങ്ങൾ കിടക്കുക. ആ സമയത്ത് നടക്കും. ബെഡ് റെസ്റ്റ് ആകുമ്പോൾ ഞാൻ പറയും, അപ്പോഴും നിങ്ങൾ പറയും, മനസ്സിലാക്കി വെച്ചോ. നിങ്ങളുടെ നാവ് നിങ്ങൾ വീണ്ടും ആയിരുന്നു കൂട്ടി വാങ്ങി നിങ്ങളുടെ അറിവില്ലായ്മ, നിങ്ങളുടെ ധൈര്യമില്ലായ്മ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കൊള്ളില്ല, ഞാൻ പറയുമ്പോഴേ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അവിടെ പീകോക്കിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ പോകണ്ട. പിന്നെ എന്താ പറഞ്ഞത്? അപ്പോൾ അങ്ങനത്തെ ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും അപ്പോഴും ഈ ബസ് സ്റ്റോപ്പിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കാൻ എൻ്റെ കാര്യങ്ങൾ ക്യാമറയുടെ മുന്നിലേക്ക് പറയാൻ കണക്ഷൻ ഉണ്ടെങ്കിൽ പറയണമെങ്കിൽ എവിടെയാണ് പറയണമെങ്കിൽ പുറത്തോട്ട് സംസാരിക്കുന്ന രീതിയാണെങ്കിലും ആ രീതി പറയണമെങ്കിൽ അർത്ഥമുണ്ട്.
മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങളുടെ നാവ്, നിങ്ങളുടെ ചെയ്തികൾ നിങ്ങളെ തന്നെ കീഴ്പ്പെടുത്തും. അപ്പോൾ നിങ്ങളുടെ ഹിന്ദു രീതിയിലുള്ള ചെകുത്താൻ വെടി വിഗ്രഹങ്ങളെയും ജീവനില്ലാത്തതിനൊക്കെ ആരാധിക്കുന്ന എല്ലാം നിങ്ങൾക്കായിട്ട് തിരിച്ചു കിട്ടും. കൂങ്കളൂർ എന്ന സ്ഥലം എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അതിൽ ചൊൽപ്പടി അനുസരിച്ചിട്ട് കിട്ടുന്നുണ്ട്. ചെറിയ സംഭവമാണെങ്കിലും വലിയ സംഭവമാണെങ്കിലും ഏത് സംഭവമാണെങ്കിലും കിട്ടേണ്ടത്. ഞാൻ ഒരു അരികത്ത് സീഷോറിൻ്റെ അടുത്താണെങ്കിലും എയർപോർട്ട് ഡ്രോമിൽ വെച്ചാണെങ്കിലും പ്ലേ ഗ്രൗണ്ടിൽ വെച്ചാണെങ്കിലും എവിടെ വെച്ചാലും ചെറിയ സംഭവമാണെങ്കിലും വലിയ സംഭവമാണ്, എല്ലാ രീതിയിലും മെറ്റീരിയലിസ്റ്റിക് നേച്ചർ പൊലിഞ്ഞ് പോണത് കാണിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാണ്ട് ഇനിയും വെഡിത്തത്തിൽ തുടരാണെങ്കിൽ ഇവരെന്തെങ്കിലും കയറ്റി വയ്ക്കാൻ പഠിക്കും. വെടിത്തം തുടർന്നാൽ നിങ്ങൾ വീണ്ടും ധൈര്യമില്ലാണ്ട് ചാവും. ധൈര്യമില്ലാണ്ട് ചാവെന്ന് പറഞ്ഞാൽ ജീവിക്കുമ്പോൾ തന്നെ. പിന്നെ ഫിസിക്കലി ചാവേണ്ട കാര്യമുണ്ടോ? അത് മനസ്സിലാക്കാൻ പഠിക്കും.